ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു ഫേസ് പാക്ക് ആണ് ചെയ്യുന്നത്. ഫേസ് പാക്ക് എന്തിനെ കുറിച്ചെന്ന് വെച്ചാൽ കറുത്തു പോയ മുഖം വെളുത്ത് വരാൻ വേണ്ടിയിട്ടുള്ള ഫേസ് പാക്കാണ്. അതിനാവശ്യമുള്ള സാധനങ്ങൾ: കടലമാവ്, ഒരു ബൗൾ വേണം, കത്തി വേണം, ഒരു സ്പൂണ്, കറ്റാർ വാഴയുടെ ഒരു പീസ്, പിന്നെ മഞ്ഞൾ, മുട്ടി. ആദ്യമായിട്ട് നമ്മൾ ഈ ബൗളിലേക്ക് കുറച്ച് കടലമാവ് ഇടുകയാണ്. ആവശ്യമുള്ള പോലെ നമ്മൾ കടലമാവ് എടുക്കണം. അത് കഴിഞ്ഞിട്ട് മഞ്ഞൾ കുറച്ചെടുത്തിടണം. മഞ്ഞളും കുറച്ച് മതി, കുറച്ച് മഞ്ഞൾ. ഇത് കഴിഞ്ഞിട്ട് ഇത് നമുക്ക് ആവശ്യമുള്ള പോലെ ഞാൻ ഇവിടെ കുറച്ചേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. അങ്ങനെ 3 സാധനം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ കറ്റാർ വാഴ ക്ലീൻ ചെയ്തിട്ട് ഇടണം. അപ്പം നമ്മൾ അലോവേര ജെല്ലിട്ടു. ഇനി ഇത് മിക്സ് ചെയ്യണം. ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം കാണിച്ചിട്ട് പറയാൻ മറന്നുപോയി. ഇത് നമുക്ക് മൊത്തം ആയിക്കഴിഞ്ഞിട്ട് കുറച്ച് പാലോ ഇല്ലെങ്കിൽ തൈരോ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് ഇടാവുന്നതാണ്. ഞാനിവിടെ ഇപ്പോൾ എടുത്തിരിക്കുന്നത് പാലാണ്. ഇത് നല്ലപോലെ ഇളക്കാം. അലോവേര ജെല്ലി ഇട്ടത് കൊണ്ട് ഇതൊക്കെ അലിയാൻ കുറച്ച് പാടാണ്. അപ്പോൾ നമുക്ക് നല്ലപോലെ അരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പാലോ ഇല്ലെങ്കിൽ തൈരിടാം. ഞാനിവിടെ കുറച്ച് പാലാണ് ഒഴിക്കുന്നത്. കുറച്ച് മതി, നമ്മൾ അലോവേര ജെല്ലി ഇട്ടിരിക്കുന്നതുകൊണ്ട് പാല് കുറച്ച് മതി. പാൽ അഥവാ നിങ്ങൾക്ക് കൂടിപ്പോയി കഴിഞ്ഞാൽ ഇവിടെ മഞ്ഞളോ അങ്ങനെ എന്തെങ്കിലും ഇട്ടെടുക്കാവുന്നതാണ്. നിങ്ങളുടെ ഈ ഒരു മുട്ടാൻമുട്ടി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മഞ്ഞളും കടലമാവും ഇട്ട് ഉണ്ടാക്കാവുന്നതാണ്. ഇപ്പം ഇത് അത്യാവശ്യം ശരിയായിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നല്ലപോലെ ഇളക്കി ഇത് മുഖത്തിടാവുന്നതാണ്. ഇതിപ്പോൾ ശരിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെയാണ് കിട്ടേണ്ടത്. ഇനി നമുക്കിത് മുഖത്തിടണം. മുഖത്തിടുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് കാണാം. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഈ സാധനം ഉണ്ടാക്കില്ലേ, അപ്പം അതിന് മുമ്പ് തേക്കുന്നതിന് മുമ്പ് നമുക്ക് 2 സാധനം ചെയ്യാനുണ്ട്. ആദ്യം ചാർക്കോളിൻ്റെ ഈ ഒരു ജെല്ല് ഇട്ടിട്ട് ഇവിടെ ഈ ഒരു ജെല്ല്, ചാർക്കോളിൻ്റെ ഈ ഒരു ജെല്ല് ഇട്ട് കഴിഞ്ഞിട്ട് ഇത് 5 മിനിറ്റ് വെച്ച് കഴിക്കണം. അത് കഴിഞ്ഞിട്ട് ഇതൊരു ഫേസ് വാഷാണ്. ഇത് ഞാൻ ഈ ബോക്സ് ഉള്ളതുപോലെ മേടിച്ചതാണ്. ഏതെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം ഫേസ് വാഷ്. അതിട്ട് നല്ലപോലെ സ്ക്രബ് ചെയ്തിട്ട് കഴുകിക്കളയുക. അത് കഴിഞ്ഞിട്ടാണ് ഇതിടേണ്ടത്. നമുക്ക് ഫസ്റ്റ് ചാർക്കോളിൻ്റെ ജെല്ലിടാം. ഇതാണ് ചാർക്കോളിൻ്റെ ജെല്ല്. ഇതിൽ നിന്ന് നമുക്ക് കുറച്ചെടുത്തിട്ട് മുഖത്തിടാം. ഇത് മുഖത്തിടുമ്പോൾ തണുപ്പാണ്. അപ്പം ഇതുപോലെയാണ് ഈ ജെല്ലിരിക്കുക. നമുക്കിത് മുഖത്തിടാം. മുഖത്തിടുന്ന സമയത്ത് ഇത് തണുപ്പാണ്. മുഖത്ത് നല്ലപോലെ നമുക്ക് ഇട്ടിട്ട് സ്ക്രബ് ചെയ്യണം. അപ്പം ഞാൻ ഈ ഇടുന്ന സമയം കൊണ്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് നല്ലപോലെ നമ്മൾ സ്ക്രബ് ചെയ്യണം. തണുക്കുന്നു. ഇത് നമുക്ക് ഇതിന് ഡ്രൈ ആവാൻ വേണ്ടി ഒരു 5 മിനിറ്റ് ഇതുപോലെ മസാജ് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പം ഞാനിങ്ങനെ മസാജ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് പോയി കഴിക്കണം. ഇത് 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക്
കഴുകിക്കളയാം. ഞാനപ്പം ഇപ്പം മുഖം കഴുകി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഫേസ് വാഷ് എടുത്തിടേണ്ടതാണ്. ഞാനിപ്പോൾ ഇതാണ് യൂസ് ചെയ്യുന്നത്. ഇത് കുറച്ചേ ഉള്ളൂ, തീരാറായി. പക്ഷേ തേക്കാനുള്ളതുണ്ട്. ഞാൻ നേരത്തെ ഇട്ടത് കഴുകി കളഞ്ഞു. ഇനി നമുക്ക് ഇതിടണം. ഇതിൽ സ്ക്രബ് ചെയ്യുന്ന ഒരു കല്ല് പോലത്തെ സംഭവമുണ്ട്. കല്ലല്ല, മണൽ പോലത്തെ. അത് ഉള്ളതുകൊണ്ട് നമുക്ക് നല്ലതുപോലെ ഫേസ് സ്ക്രബ് ചെയ്ത് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ഇതുപോലെ നല്ലതുപോലെ ചെയ്ത് സ്ക്രബ് ചെയ്യുക. നിങ്ങൾ സാധാ ഫേസ് വാഷാണ് ഉള്ളതെങ്കിൽ നല്ലതുപോലെ സ്ക്രബ് ചെയ്യാതെ. ഇപ്പം എൻ്റെ കയ്യിൽ ഇതാണുള്ളത്. ഇത് ഇവിടെ കിട്ടുമെന്ന് എനിക്കറിയില്ല. ഇത് പുറത്ത് പോയപ്പം കൊണ്ടുവന്നതാണിത്. അപ്പം എനിക്കറിയില്ല ഇതിവിടെ കിട്ടുമെന്ന്. കിട്ടുവാണെങ്കിൽ മേടിച്ചിടുക. ഇത് ഏറ്റവും നല്ലതാണ്. അങ്ങനെ ഇവിടെ മൊത്തം ഞാൻ ഫേസ് വാഷ് ഇട്ട് അങ്ങനെ ഞാൻ ഈ ഫേസ് വാഷ് ഇട്ടു. ഇനി നല്ലപോലെ സ്ക്രബ് ചെയ്തിട്ട് എനിക്ക് കഴുകി കളയണം. അപ്പം നമുക്കിത് നിങ്ങളും ഇതുപോലെ തന്നെ ചെയ്യുക. ഞാൻ ഇപ്പം നല്ലപോലെ സ്ക്രബ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിത് പോയി കഴുകി കളയണം. ഇത് 5 മിനിറ്റോ 2 മിനിറ്റോ അങ്ങനെയൊന്നും ഇരിക്കണ്ട. നമുക്ക് ഇത് സ്ക്രബ് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ പോയി കഴുകാം. കാരണം ഇത് ഫേസ് വാഷാണ്. നമുക്ക് കുറേ സമയമൊന്നും ഇരിക്കണ്ട. നമുക്ക് ഒരു 2 മിനിറ്റ് സ്ക്രബ് ചെയ്തിട്ട് ഇത് കൊണ്ടുപോയി കഴുകി കളയാവുന്നതാണ്. അപ്പം ഞാനിത് 2 മിനിറ്റ് സ്ക്രബ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാനിത് കഴുകിയിട്ട് വരാം. ഞാൻ രണ്ടാമത്തെ ഫേസ് വാഷ് ഇട്ട് അത് കഴുകി കളഞ്ഞു. ഇനി നമുക്ക് ഇടേണ്ടത് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ഈ ഒരു സംഭവമാണ്. നമുക്കിത് ഇടുമ്പം അലോവേര ജെല്ല് അത് കട്ട പോലെ ഇങ്ങനെ ജെല്ല് പോലെ ഇരിക്കും. അത് മുഖത്തൊന്നും ഇടണ്ട. അല്ലാതെ അതിൻ്റെ വെള്ളം പോലെ ഇരിക്കുന്നത് മാത്രം എടുത്ത് മുഖത്തിട്ടാൽ മതി. അപ്പം ഞാൻ കുറച്ച് കയ്യിൽ എടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ലപോലെ മുഖത്തിടാവുന്നതാണിത്. ഇത് പാല് നമ്മൾ കുറച്ചിട്ടിട്ട് മൊത്തം അലോവേര ജെല്ലാണല്ലോ ഇട്ടത്. അപ്പോൾ കുറച്ച് ലൂസാണിത്. ഇത് നിങ്ങൾക്ക് ഉള്ള സാധനങ്ങൾ മാത്രം ഇട്ടിട്ട് ഉണ്ടാക്കേണ്ടതാണ്. പക്ഷേ ഇതിൽ മെയിനായിട്ട് വേണ്ടത് മഞ്ഞളും പിന്നെ പാലും ആണ് വേണ്ടത്. മഞ്ഞളും പാലും മാത്രമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാം. അല്ലെങ്കിൽ മഞ്ഞളും പാലും കടലമാവും ഇടാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു സൈഡിൽ തേച്ചു. ഇതങ്ങനെ സ്ക്രബ് ചെയ്യണ്ട. സ്ക്രബ് ചെയ്യാൻ ഇതിലൊന്നുമില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് 1-2 വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് സ്ക്രബ് ചെയ്യാവുന്നതാണ്. ഞാൻ സ്ക്രബ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് ഫേസിൽ ഫുള്ളും ഇതിടാം. ഞാനങ്ങനെ മുഖത്ത് മൊത്തം ഇത് തേച്ചിട്ടുണ്ട്. ഇതിൻ്റെ മേളിൽ ഇനിയും വേണമെങ്കിൽ നിങ്ങൾക്ക് തേച്ച് കട്ട പോലെ ആക്കി വെക്കാം. ചിലപ്പം അലോവേര ജെല്ല് മുഖത്തിട്ട് കഴിഞ്ഞാൽ ചൊറിയുന്നവരുണ്ടെങ്കിൽ ഇതുപോലെ ഞാൻ ഒരു ദിവസം അലോവേര ജെല്ല് മാത്രം ഇട്ടപ്പം എനിക്ക് ചൊറിഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇടുന്നത്. എനിക്ക് അലോവേര ജെല്ല് മാത്രമായിട്ട് ഇട്ട് കഴിഞ്ഞാൽ മുഖമൊക്കെ ചൊറിയും. ചിലർക്ക് മുഖം ചൊറിയുന്നത് കൊണ്ടാണ് ഇതുപോലത്തെ ഒരു ഫേസ് പാക്ക് ഞാൻ പറഞ്ഞു തന്നത്. ഇതുപോലത്തെ കുറേ ഫേസ് പാക്കുകൾ ഞാൻ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഇത് ഇട്ട് കുറച്ച് നേരം വെക്കണം. ഇതെന്താ മുഖത്ത് മൊത്തം തേച്ചു. ഒന്നും കൂടെ ഞാൻ കുറച്ചും കൂടി മേളിലേക്ക് ഇട്ടെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാം. ഇല്ലെങ്കിൽ ഇത് തന്നെ മതി. ഒരു 5 മിനിറ്റ് 1 മിനിറ്റ് ഒന്ന് സ്ക്രബ് ചെയ്തിട്ട് പിന്നെ 5 മിനിറ്റ് നിന്നിട്ട് പോയി കഴുകിക്കളയാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് അറിയും. അപ്പം ഞാൻ ഇട്ടു. ഇതുപോലെ നിങ്ങൾ ഒരിക്കലും ഫ്രണ്ടിലോട്ട് സ്ക്രബ് ചെയ്യരുത്. ബാക്കിലോട്ടേ സ്ക്രബ് ചെയ്യാവുള്ളൂ. ഫ്രണ്ടിലോട്ട് സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാൽ സ്കിൻ ഇങ്ങോട്ട് വരും. അതുകൊണ്ട് ബാക്കിലോട്ട് സ്ക്രബ് ചെയ്ത് സ്കിന്നിനെ കറക്റ്റായിട്ട് എടുക്കാം. ഇത് നല്ലപോലെ ഒലിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പൊടി കൂടുതൽ ഇടാൻ പറ്റുമെങ്കിൽ ഇടാവുന്നതാണ്. ഞാൻ കുറച്ച് കടലമാവ് ഇതിൻ്റെ ഇടയ്ക്ക് ഇട്ടായിരുന്നു. നിങ്ങളെ കാണിക്കാൻ പറ്റില്ല.
ഇങ്ങനെ ഇതുപോലെ ഒന്ന് ഇട്ടാൽ മതി. അപ്പം ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. ഞാനങ്ങനെ മുഖത്തിട്ടു. നിങ്ങൾക്ക് ആ വീഡിയോ പകുതിയോടെ അത് പോയി കാണിക്കാൻ പറ്റിയില്ല. അത് ഞാൻ ഇട്ടത് ബൗള് ഇത് തീരുകയും ചെയ്തു. എനിക്കത് കാണിക്കാൻ പറ്റിയില്ല. അതെങ്ങനെയോ പോയി, അതെങ്ങനെയോ എനിക്കറിയില്ല, അതെങ്ങനെയോ പോയി. അപ്പം ഞാൻ എൻ്റെ അനിയൻ്റെ മുഖത്തിട്ട് കാണിച്ചു തരാം. ഇനി ഞാൻ അത് എൻ്റെ അനിയൻ്റെ മുഖത്തിട്ട് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഭാഗത്തൊക്കെ ഇടാം. അങ്ങനെ ഇതുപോലെയാണ് ഞാൻ ഇട്ടത്. ഇത് തീരാറായി. അങ്ങനെ ഞാൻ പാത്രം വലിച്ചാണ് ഇവന് ഇട്ടു കൊടുത്തത്. ഞാൻ മൊത്തം എടുത്തിട്ടു. അപ്പോൾ ഇവനൊന്നും കിട്ടിയില്ല. ഇതുപോലെയാണ് ഇതുപോലെ ഇടാം. അത് കഴിഞ്ഞിട്ട് ഇതുപോലത്തെ വേറെ കുറേ നല്ല നല്ല ഫേസ് പാക്കുകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇതുപോലെ നല്ലതുപോലെ ഇടുക. ഇത്രേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അതുവരെയ്ക്കും ടാറ്റാ ബൈ ബൈ. അടുത്ത വീഡിയോയ്ക്ക് വരുന്നവരെ ബൈ.